ഇവരുടെ സ്ഥിരം പരിപാടിയായിരുന്നു ഈ കൈക്കൂലി എന്നാണോ ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്? ആ കൈക്കൂലി വഴി അനധികൃതമായി നിയമവിരുദ്ധമായി ഒരുപാട് സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നാണോ നിഗമനം? അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ആ അനധികൃത സ്വത്തുക്കളൊക്കെ? തീർച്ചയായും മനോ, ഇവരുടെ അക്കൗണ്ടിൽ വരവിൽ കവിഞ്ഞ തുക അത് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ പോലീസ് പരിശോധിച്ച് വരികയുമാണ്. ഇവരുടെ അക്കൗണ്ടുകൾ അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുക ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം തൃശ്ശൂരിൽ ഇവർ ജോലി ചെയ്യുമ്പോഴും, ഇത്തരത്തിൽ ബിൽഡിംഗ് ഇൻസ്പെക്ടറായി തൃശ്ശൂരിൽ ജോലി ചെയ്യുമ്പോഴും വലിയ തുക ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയതായി വിജിലൻസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ കൊച്ചി കോർപ്പറേഷനിലും വലിയ തുക ഇത്തരത്തിൽ ഒരു മാസം 3 ലക്ഷം രൂപ വാങ്ങുന്നുണ്ടെങ്കിൽ അത് വലിയ കാലയളവിൽ എത്രത്തോളം തുക ഇവരുടെ അക്കൗണ്ടിൽ എത്തിയെന്ന കാര്യത്തിൽ വലിയ വ്യക്തത വരേണ്ടതില്ല. കാരണം അത്രയും തുക ഇവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് വിജിലൻസ് നീങ്ങുകയാണ്. കൂടുതൽ ആളുകളിലേക്ക് ഇത് സംബന്ധിച്ച് പരിശോധന നീങ്ങുകയാണ്. കാരണം കോർപ്പറേഷനിലെ മറ്റാളുകൾ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നൊരു ആരോപണം അവർ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ അതുകൂടി ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കോർപ്പറേഷനിലെ മറ്റാളുകളെയും കൂടി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. ഇവരിൽ നിന്ന് മൊഴിയടക്കം രേഖപ്പെടുത്തും. മാത്രമല്ല എല്ലാ രേഖകളും പോലീസ് വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചിട്ടുണ്ട്. അവരുടെ തൃശ്ശൂരിലെ വീട്ടിലും ഒപ്പം കൊച്ചിയിലെ ഫ്ളാറ്റിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി. എവിടെയൊക്കെ ഇവർക്ക് ഇത്തരത്തിൽ സ്വത്തുകൾ ഉണ്ട് എന്ന് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ ആർക്കൊക്കെയാണ് ഇവർ ഇത്തരത്തിൽ ബിൽഡിംഗ് ഇങ്ങനെ കൈക്കൂലി വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അനുമതി നൽകിയതെന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിജിലൻസ് പരിശോധിക്കുകയാണ്. ഇത് അനധികൃതമായിട്ടാണ് ഇത്തരത്തിൽ ഇത് നടപടികൾ കർമ്മങ്ങൾ പൂർത്തിയാക്കിയതെന്നും വ്യക്തമാണ്.